എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി നമുക്കൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാ വർഷങ്ങളിലും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടി ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പുതിയൊരു രീതിയിൽ നമുക്കൊരു പൈപ്പിൽ വെൽഡ് ചെയ്ത് നമുക്ക് ഡ്രമ്മ് സെറ്റ് ചെയ്ത് അതിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു ഡ്രമ്മ് വെച്ച് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി വളർത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഈ പുറകിലൊക്കെ കാണുന്നത് നമ്മുടെ ബക്കറ്റിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ച നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി രീതികളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് 20 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ ചെയ്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഭാഗത്ത് ഒരു PVC പൈപ്പ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. കാരണം ഇത് വെയിറ്റ് കൂടി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്, ബാലൻസ് തെറ്റി ചെരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതതുപോലെ നമ്മുടെ ഫുൾ ബാരൽ മുറിച്ച് അരബാരലാക്കി അതിലും ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ഇതുപോലെ ചെയ്തതാണ്. ഇത് 5 വർഷം പ്രായമായതാണ്. ഇതും നമ്മളൊരു സൈഡിലേക്ക് പൈപ്പ് കൊടുത്ത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്ത് എങ്ങനെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് നല്ല രീതിയിൽ തന്നെ നന്നായി തന്നെ നമുക്ക് ജൈവ വളങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ വളപ്രയോഗം നന്നായിട്ട് നടത്തേണ്ടതുണ്ട്. ഈ വളപ്രയോഗങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടി ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, വീഡിയോ ലെങ്ത്ത് കൂടി പോകും. അതുപോലെ തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഈ ചെയ്യുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ലാഗടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പൈപ്പിലുണ്ടാക്കിയ നമ്മുടെ സ്റ്റാൻഡ്, അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി നിർത്തിക്കേണ്ട നമ്മുടെ സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഞാൻ എൻ്റെ അടുത്തുള്ള ബെൽഡിങ് ഷോപ്പിൽ നിന്ന് ബെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ്, 2 ലെങ്ത്ത് പൈപ്പ് മേടിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 5 അടി ഹൈറ്റാണ്. 5 അടി ഹൈറ്റ് മതി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പരിചരണങ്ങളും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം നമുക്ക് 5 അടി മുതൽ 6 അടിക്കുള്ളിൽ ഹൈറ്റ് മാത്രം മതി. ഞാൻ 5 അടിയിലാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ബാരൽ 50 ലിറ്ററിൻ്റെ ബാരലാണ് ഞാനിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് 16 ഇഞ്ചാണ്. നിങ്ങളുടെ ബാരലിൻ്റെ വീതി അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഹോൾസ് ഉണ്ടായിരിക്കണം. അതായത് ഹോൾസ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിക്ക് ഒരിക്കലും ഇത് ശരിയാവില്ല, കാരണം ചീഞ്ഞു പോകും. എപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം വാർന്നു പോകണം. അതുപോലെ പോട്ടിങ് നിറക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കാൽഭാഗങ്ങൾ മാത്രമേ നിറക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോൾസ് എടുത്ത അടിഭാഗങ്ങളിൽ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ടൈ ഇട്ടിട്ടാണ്. അതായത് നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആ ടൈ ഇതിൻ്റെ അടിയിലത്തെ പൈപ്പിലിട്ട് ടൈറ്റ് ചെയ്തതാണ് ഞാൻ ഈ കാണുന്നത്. എല്ലാം നിങ്ങളെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ട് നിങ്ങളിത് കാണിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗങ്ങളിൽ ടയർ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഭാഗങ്ങളിൽ തന്നെ നമുക്കിതുപോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിഞ്ഞ് വീഴും. നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമാണ് നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ നമുക്കിങ്ങനെ ചെയ്യാനുള്ളത്. നമുക്ക് ഇതിൽ ആദ്യം വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് മെറ്റിലാണ്. ഈ 1/2 ഇഞ്ച് മെറ്റിലോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും മതി. കാരണം നമ്മൾ ഈ ബാരലിൻ്റെ അടിഭാഗങ്ങളിൽ ഹോൾസ് ഉണ്ടാകുമല്ലോ, ഈ ഹോൾസിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ മെറ്റിലോ ഓടിൻ്റെ കഷ്ണമോ നമ്മുടെ മണ്ണ് വന്ന് ടൈറ്റാകാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം ഇതിൽ നിങ്ങൾക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ ഡ്രമ്മിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മെറ്റ് ഇതുപോലെ നമ്മളിട്ട് കൊടുക്കും. ഇതുപോലെയാണ് നമ്മൾ മെറ്റിലിട്ടിട്ട് നമ്മൾ ഈ ഹോൾസിൻ്റെ മുകളിൽ മെറ്റിലിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്കൊരു പൈപ്പ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത പൈപ്പ് ഇത് 2 ഇഞ്ച് വണ്ണമുള്ള പൈപ്പാണ്. ഇതെൻ്റെ അടുക്ക് ഒരു പൈപ്പ് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് വണ്ണമുള്ളത് എടുത്തത്. ഏകദേശം നമുക്കൊരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് മതി. കാരണം നമ്മൾ മറ്റുള്ളത് ചെയ്യും പോലെ നമ്മുടെ ഈ സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി മുകളിൽ എത്തുന്നവരെ ഒരു സപ്പോർട്ടിങ് മാത്രമേ നമുക്ക് പൈപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ എന്തെങ്കിലും ഒരു കയറോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുത്ത് നിർത്താം. ഇനി നമുക്കിതിലേക്ക് പോട്ടിങ് വേണം. പോട്ടിങ് എങ്ങനെയാണ്? പോട്ടിങ്ങിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ എല്ലാ വിജയവും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മണ്ണ്, കുറച്ചേ വിടും, ഒരു ഭാഗം മണ്ണ്, പിന്നെ ചാണകപ്പൊടി, പിന്നെ ഇത് മണൽ, നമ്മുടെ പുഴ മണലാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഇത് ചകിരിച്ചോറ് കുറച്ചേ പാടുള്ളൂ, ഒരുപാട് പാടില്ല. കാരണം വെള്ളം കെട്ടി നിൽക്കും. പക്ഷേ ചെറിയൊരു ഈർപ്പം ഇതിൻ്റെ അകത്ത് നിൽക്കുകയും വേണം. അതുകൊണ്ടാണ് ചകിരിച്ചോറും ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള ഇതാണ്. ഇത് ഞാൻ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ വളക്കടയിൽ നമ്മൾ ഇത്
നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇതിൽ കടലപ്പിണ്ണാക്കുണ്ട്, കണ്ടില്ലേ? കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അങ്ങനെയുള്ള ഏകദേശം മൈക്രോ ന്യൂട്രിയൻസ് വരെ അടങ്ങിയ നമ്മുടെ ജൈവ വളമാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് എല്ലുപൊടി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് 75% നമുക്ക് മണലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നല്ല എല്ലുപൊടികൾ നിങ്ങൾ അവിടെ നിന്ന് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ഇതിൽ ചേർക്കാൻ ശ്രമിക്കുക. ഇത് നമുക്കൊരു ഏകദേശം ഒരു 1 കിലോ മതി. ഇത്രയും ആവശ്യമുള്ളൂ. നമ്മുടെ ജൈവ വളവും ഇതിലിട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവണം. ഇതാ നമ്മൾ പോട്ടിങ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് കാണുന്നില്ലേ, നമുക്ക് ഈ ഇളകി കിട്ടണം. അതായത് പുട്ടിന് നമ്മൾ പുട്ടിന് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുക, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് ചളിയാക്കാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ പോട്ടിങ് നമ്മൾ തയ്യാറാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിയുടെ വേരുകൾ നല്ല ഓട്ടം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വലിച്ചെടുക്കാനുള്ള എല്ലാ ഇതും നമുക്ക് ഇതുപോലെയുള്ള പോട്ടിങ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റെഡിയാവുകയുള്ളൂ. പല ആളും പരാതി പറയലുണ്ട്, നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല, അതുപോലെ ഉഷാറില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം വെറും മണ്ണോ അല്ലെങ്കിൽ ഉറച്ച മണ്ണോ നമ്മൾ വാരി സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി നന്നായിട്ട് നല്ല വിജയം തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നമുക്കിത് ഡ്രമ്മിലേക്ക് നിറക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാൽ ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് നമ്മുടെ മണ്ണ് പോട്ടിങ് ഇടാൻ പാടുള്ളൂ. ഒരുപാട് ഫുള്ളാക്കിയിട്ടൊന്നും ഇടാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 25 വർഷം മുതൽ 30 വർഷം വരെ നമുക്കിതിന് ആയുസുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിക്ക് ഉണ്ട്. അപ്പോൾ കാൽ ഭാഗങ്ങളിൽ മാത്രം മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ് വേരില്ല, മുകളിലുള്ള വേരുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാ വർഷങ്ങളിലും ഇതിൽ വളം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാൽ ഭാഗങ്ങളിൽ മാത്രം പോട്ടിങ്ങിടാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഡ്രമ്മിലേക്ക് നമുക്ക് ഈ പോട്ടിങ് നിറച്ച് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയും മാത്രമേ നമുക്ക് ഈ മണ്ണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. കണ്ടില്ലേ, ഞാൻ ഈ ഒരു കാൽ ഭാഗങ്ങളിൽ മാത്രമേ നിറച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിയും കൂടെ നമുക്ക് നടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 3 തൈയാണ് ഞാൻ ഈ 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്ക് ഞാൻ വെക്കുന്നത്. ഇതാണ് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ തൈയാണ്. ഇത് 1.5 മാസമായിട്ട് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചു. വേര് പിടിച്ച തൈയാണ്. വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കാഴ്ച തണ്ടിൻ്റെ കട്ടിങ്സിൻ്റെ തൈകൾ മാത്രമേ നമുക്ക് വേര് പിടിപ്പിച്ചിട്ട് നടാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് പെട്ടെന്ന് കായും പൂവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, നടേണ്ട കാര്യങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരുപാട് താഴ്ചയിലേക്കൊന്നും ഇത് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ 3 തൈ അതിൻ്റെതായ കണ്ടീഷൻ നോക്കി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ നീക്കി ഇതിലേക്ക് ഈ വേര് മാത്രം മൂടുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ വെച്ച പോട്ടിങ് അങ്ങിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി നമ്മളൊരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒരു കയറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിത് ചെറിയ രീതിയിൽ ഇവിടെ ഒന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി നിർത്തേണ്ടതും കൂടിയുണ്ട്. ഇനി ഇതിലേക്ക് മുളകൾ, ഒന്നിൽ കൂടുതൽ മുളകൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കളയുക, ഒന്ന് മാത്രം വളരാൻ അനുവദിക്കുക. അത് നമ്മുടെ ഈ പൈപ്പിലെത്തി മുകളിലെത്തുന്നത് വരെ, മുകളിലെത്തിയതിന് ശേഷം കൂടുതൽ മുളകൾ വരാൻ നമ്മളിത് അനുവദിക്കുക. മുളകൾ വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാലൻസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടേണ്ടതാണ്. മറിഞ്ഞ് വീഴുന്ന ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഇത് പൂവുണ്ടാകുകയും കായുണ്ടാകുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സോ വേര് പിടിപ്പിച്ചോ തൈകളോ വേണമെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയറായിട്ട് വേണമെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. അതുപോലെ കട്ടിങ്സിന് വരുന്നത് 40 രൂപയും വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത് 100 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുമാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.